സ്ക്രീനിൽ നിന്ന് മാറ്റി നിർത്തുന്ന സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ 4 വർഷത്തിനിടയ്ക്ക് വെച്ചിട്ട് അങ്ങനെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് പോകാൻ പറ്റാഞ്ഞതിന്റെ വിഷമമുണ്ട്. അതാ ചോദിച്ചത്. കാരണം ഞാൻ മിസ് ചെയ്ത പടം എന്ന് പറഞ്ഞാൽ വലിയ സിനിമകളായിരുന്നു. എല്ലാവരും ഉണ്ടാവും. സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ കാണുന്ന സംഗതിയല്ല. അതെ റിസൾട്ടിങ് എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ നമ്മളെ ഒത്തിരി പേര് നമ്മൾ അവഗണന തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നാണം കെടത്തിലും അവഗണന രണ്ടും രണ്ടാണ്. നമ്മൾ ഫോട്ടോഗ്രാഫ് കൊടുത്തിട്ട് വരും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഒന്ന് പറഞ്ഞു വിടും. അത് നമ്മൾ ഈ ലൊക്കേഷൻ എന്തെങ്കിലുമൊക്കെ അധികപ്പറ്റി കാണിച്ചു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ പിറ്റേന്ന് ഈ എഴുതുന്ന ആള്, തിരക്കഥ അല്ലെങ്കിൽ കഥ എഴുതുന്ന ആള് അപ്പോഴേ കൊല്ലുമെന്ന് കേട്ടിട്ടുണ്ട്. പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി. ഇതുകൊണ്ട് മാത്രം റൈറ്റർ നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. മറക്കാൻ പറ്റാത്തൊരു അനുഭവം. കാര്യം ഇത്രയും ചെയ്യണില്ല, ഇത്രയും 18 സിനിമ അല്ലെങ്കിൽ 20 സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ തന്നിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ അഭിനേതാവ്, കൂടെ കോ ആക്ടർ അതാരായിരുന്നു? പേരെടുത്ത് പറയാനാണെങ്കിൽ അതായത് ഞാൻ അഭിനയിച്ച ഒരുവിധം, അതായത് സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവരുടെ കൂടെ കോമ്പിനേഷൻ വന്ന സീക്വൻസിൽ എല്ലാവരും അവരെന്നെ കംഫർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഉയരയിൽ പാർവതി ആയാലും, നാച്ചിയാർ എന്ന് പറഞ്ഞ സിനിമയില് ജ്യോതിക മാം ആണെങ്കിലും, അച്ഛൻ മടമയിലും ഗൗതം മേനൻ, ഓൾമോസ്റ്റ് നല്ല താരങ്ങളുടെ പേരാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഐ വാസ് ലക്കി ടു ബി പാർട്ട് ഓഫ്. ഗൗതം സാറിന്റെ കൂടെയൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞത് ഞാൻ പല ഇന്റർവ്യൂവിലും ഇത് റിപ്പീറ്റേഷൻ ആണ്. കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് ഭയങ്കര ബോറടിക്കും. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, ദാറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. തീർച്ചയായിട്ടും. കാരണം ഗൗതം സാറിന്റെ കൂടെ തൊട്ടടുത്ത കാറിലിരിക്കുക, ട്രാവൽ ചെയ്യുക, പക്ഷെ അത് സ്ക്രീനിൽ വരിക എന്നുള്ളത് എല്ലാവരും ഒരു സ്വപ്നമായിരിക്കുമല്ലോ. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സീരിയസ്ലി. ആൻഡ് ഫോർ മീ ഇല്ല, എനിക്ക് എന്തൊക്കെ തന്നെ പറഞ്ഞാലും GVM ഈസ് ഒരു മാസ്റ്റർ പീസ് ആണ് എനിക്ക്. അപ്പൊ കുറെ പേര് ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും സെയിം സർനെയിം ഷെയർ ചെയ്യുന്നുണ്ട്. KK മേനൻ, GVM. ഞങ്ങളുടെ റിലേഷൻ അറിയാമോ, ക്ലോസ് ആണോ, GVM സാറിന്റെ നമ്പർ തരുമോ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. നിങ്ങള് സിമിലാരിറ്റി ഉണ്ടായിരിക്കും, പേരിന്റെ സിമിലാരിറ്റി പേരിന്റെ സിമിലാരിറ്റി മാത്രമേ ഉള്ളൂ. അങ്ങനെ ചേട്ടാ, ഈ ഇത്രയും വലിയ സിനിമ ആയിട്ട് പെട്ടെന്ന് നമ്മളൊരു മിനി സ്ക്രീനിലേക്ക് വരുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവാം. നമ്മൾ ചിലപ്പോൾ ബിഗ് സ്ക്രീനിൽ നിന്ന് മാറ്റി നിർത്തുന്ന സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ 4 വർഷത്തിനിടയ്ക്ക് വെച്ചിട്ട് അങ്ങനെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് നേരത്തെ പറഞ്ഞു പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ അതിൽ വിഷമം ഉണ്ടായിട്ടുണ്ടോ? പോകാൻ പറ്റാഞ്ഞതിന്റെ വിഷമമുണ്ട്. അതാ ചോദിച്ചത്. കാരണം ഞാൻ മിസ് ചെയ്ത പടം എന്ന് പറഞ്ഞാൽ വലിയ സിനിമകളായിരുന്നു. നല്ല പ്രോജക്റ്റ്, സൂപ്പർ ഹീറോസിന്റെ, സൂപ്പർ സ്റ്റാർസിന്റെ വലിയ സിനിമകളായിരുന്നു. തമിഴിൽ മിസ് ചെയ്തു, മലയാളത്തിലും ഒരു വലിയ പടം മിസ് ചെയ്തു. പക്ഷെ ഞാൻ അതൊരു മിസ്സെന്ന് ഉദ്ദേശിക്കുന്നില്ല, കാരണം അതെന്റെ തലയിൽ വിധിച്ചിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ മേ ബി അതിനേക്കാളും നല്ലൊരു റോളായിരിക്കും കുടുംബങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഞാൻ കുടുംബങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് 5-7 ദിവസം വർക്ക് ചെയ്തിട്ട് അത് ഫൈനൽ എഡിറ്റേബിളിൽ വീണ്ടും 9 ദിവസം ചിന്ത വരും. അപ്പൊ അതിനേക്കാളും പക്ഷെ ഇപ്പൊ കുടുംബങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് എന്റേതായ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്, എനിക്ക് എന്റേതായ ഒരു സ്പേസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് അത്. പക്ഷെ ചിലര് മാത്രം അത് ഈ ബിഗ് സ്ക്രീൻ സ്മോൾ സ്ക്രീൻ ഡിഫറൻസിയേഷൻ ചെയ്യുന്നു. എനിക്ക് അതിനോട് അതെന്താണ് ചേട്ടാ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ബിക്കോസ് അവരൊക്കെ ഹൈലി പെയ്ഡ് ആയിരിക്കാം. സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് പിന്നെ ഇറ്റ് ഇസ് റെഗുലർ. പിന്നെ ചിലർക്ക് ഒരു വിചാരം ഉണ്ടാവും, സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ കാണുന്ന സംഗതിയല്ല. അത് പ്രായമായവരുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും. ഈ സീരിയൽ എന്ന് പറയുമ്പോൾ ചേട്ടാ ഏറ്റവും കൂടുതൽ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കാണ് ആശ്വാസം. ഈ കഴിഞ്ഞ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എൻ്റെ കുറെ സുഹൃത്തുക്കള് കഴിഞ്ഞ കൊറോണ സമയത്ത് ആണ് ഈ 2 വർഷത്തിനിടയ്ക്ക് വെച്ചിട്ട് എല്ലാ സീരിയലും കണ്ടത് വീട്ടിൽ, ഞാൻ ഉൾപ്പെടെ. കാര്യം വേറെ നിവൃത്തിയില്ല. പക്ഷെ അപ്പോഴും ഓൺ ഗോയിങ് ആണ്, നിങ്ങളുടെ സീരിയൽ പോയിക്കൊണ്ടിരിക്കാൻ അനുവാദമുണ്ട്. ആ സമയങ്ങളിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ് താങ്കളിലേക്ക് വരാൻ ചാൻസസ് ഉണ്ടായതല്ലേ. അപ്പം അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൊക്കേഷനിലേക്കൊക്കെ ഈ ആരാധന മൂത്ത് വന്നിട്ട് കണ്ടേ പറ്റൂ അല്ലെങ്കിൽ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ലൊക്കേഷനിൽ ആൾക്കാർ വന്നിട്ടുണ്ട്.
ലൊക്കേഷനിൽ വന്നിട്ട് കാണണം എന്നുള്ള ഒരു അത് ചിലര് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഏതെങ്കിലും വീട്ടിൽ ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റോഡിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഏരിയയിലുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ ചിലര് നമുക്ക് അറിഞ്ഞപ്പം അനീഷിന്റെ ഫ്രണ്ട്സോ ഫാമിലിയോ ആയിരിക്കാം. അനീഷ് ഇപ്പം കേക്കിനെ അറിയാം, ഞാൻ കൊണ്ടുപോകും കുടുംബത്തിൽ അങ്ങനെ വരുന്നവരുണ്ട്. പിന്നെ നമ്മൾ പബ്ലിക്കായിട്ട് വരുന്നവർ ഇഷ്ടം പോലെ പേര് വന്നിട്ടുണ്ട്. ഈ ചേട്ടാ പറഞ്ഞു വന്നവർക്ക് നമുക്കൊരു ആ ചാപ്റ്ററിൽ നമ്മൾ മാറിയായിരുന്നു. ഈ ഇൻസൾട്ടിങ് എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ നമ്മളെ ഒത്തിരി പേര് നമ്മൾ അവഗണന തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നാണം കെടുത്തലും അവഗണന രണ്ടും രണ്ടാണ്. അപ്പൊ ഈ അങ്ങനെ ഡിഫറൻസ് വന്നപ്പോൾ ചേട്ടന് ഏറ്റവും കൂടുതൽ ഈ മാറിയിരിക്കാൻ പറഞ്ഞതിനെക്കാട്ടിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ചാൻസസ് തേടിപ്പോയപ്പോൾ ഇപ്പൊ ചാൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ചാൻസ് തേടി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വളരെ കുറച്ചേ പോയിട്ടുള്ളൂ. ഓക്കെ, കാരണം നമുക്കിപ്പം അനീഷ് ഇപ്പൊ ഒരു മൂവി ഡയറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കോമൺ ആയിട്ടുള്ള ഓഫീസുകളിൽ ചെന്നൈയിലൊക്കെ ഉള്ള സമയത്ത് ഈ മൂവി ഹൗസിന്റെ ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫ് കൊടുത്തിട്ട് വരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഒന്ന് പറഞ്ഞു വിടും. അതൊരു ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നിച്ചില്ല. ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ ജോബ്. പിന്നെ ആരെങ്കിലും വിളിച്ചിട്ട് ജോബ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നെ കണ്ടിട്ട് അവരൊരു റോൾ എന്തെങ്കിലും തന്നിട്ടേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും അതൊക്കെ ചേട്ടന്റെ ഒരു കഴിവാണ്, ചേട്ടന്റെ ഒരു ഭാഗ്യമാണ് അങ്ങനെയൊക്കെ കിട്ടുന്നത്. അതെല്ലാവർക്കും അങ്ങനെ കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. കാര്യം ചിലപ്പോൾ ചേട്ടനെക്കാട്ടിലും കഴിവുള്ള ആൾക്കാരെ വേറെയും കാണും. പക്ഷെ അത് ഭാഗ്യമാണ് വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ആ ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം എന്നെക്കായാലും വളരെയധികം ടാലന്റും എന്നെക്കായാലും മച്ച് ബെറ്റർ ലുക്സും ഉള്ള എത്രയോ പേരുണ്ട്. അവരിനിയും സ്റ്റിൽ കമ്മിങ് അപ്പ്. വരണം, തീർച്ചയായിട്ടും വരണം. അവരൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് വരണം. ഇഷ്ടംപോലെ പേരുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് സീരിയൽസ് ഇപ്പം 4 വർഷം കഴിഞ്ഞു, സിനിമയിലേക്ക് വന്നു. പക്ഷെ ജീവിതത്തിൽ വരുമ്പോ ജീവിതത്തിലെ സഖിയുടെ പേരെന്താണ്? ജീവിത സഖിയുടെ പേരെന്താണ്? ജീവിത സഖി, ഭാര്യയുടെ പേര്. ജീവിത സഖിയുടെ ഞാൻ കുറച്ച് കാവ്യാത്മകമായിട്ട് പറഞ്ഞു എന്നുള്ളതല്ല. ജീവിത സഖിയുടെ പേര് എന്റെ ജീവിത സഖിയുടെ പേര് രമ എന്നാണ്. രമ. കുട്ടികൾ? എന്റെ 2 കുട്ടികൾ. മൂത്തവനിപ്പോ കോളേജ് കഴിഞ്ഞു, ചെറിയവനിപ്പം 12th പഠിക്കുന്നു. കഴിഞ്ഞു. മൂത്താള് കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, 42ാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ കയറി എന്ന് പറയുന്നു. ഇപ്പൊ എത്ര വയസ്സായി? ചോദിച്ചുകൂടാ എങ്കിലും ഞാൻ ചോദിക്കുക, പറയാമോ? ഞാൻ 51. നമ്മൾ ആരും വിശ്വസിക്കല്ലേ, ചുമ്മാ പറയാം. 51 ഇല്ല. എനിക്ക് തോന്നുന്നു 45. ഇത്രയും ജെന്യൂൻ ആയിട്ട് വയസ്സ് പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാരും കുറച്ചൊക്കെ മറച്ചു. വയസ്സ് പറയാണ്ടിരിക്കുന്നതിന് ഒരു ഇതുമില്ല. കാരണം കൂടുതലും പേരും ചില സമയത്ത് എനിക്ക് ഒരു 10-60 വയസ്സുണ്ടെന്നുള്ള ഒരു ഫീൽ പറയാറുണ്ട്. ഫീൽഡിൽ തോന്നിക്കും. കാരണം ഫുൾ നരച്ച മുടി. ഇപ്പൊ പിന്നെ മേ ബി ഡിഫറൻസ് ഉണ്ടാവും. മുടി ഒന്ന് കുറച്ച് കറുപ്പിച്ചാൽ, പക്ഷെ ഒന്ന് കറുപ്പിച്ച് കഴിഞ്ഞാൽ 30 വയസ്സിലേക്ക് പോകും. മുടി കറുപ്പിക്കാൻ വേണ്ട കേട്ടോ. ഇതാണ് സ്റ്റൈല്. ഇതാണ് താങ്കൾ KK മേനോൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആൾ. ഇത് തന്നെയാണ്. ഇത് ഇങ്ങനെ കാരണം എന്താ ഞാൻ പറഞ്ഞില്ലേ, ഈ ചെയ്ത പ്രോജക്റ്റുകൾ മൊത്തം എൻഡ് ടു എൻഡ് ഫ്രം ദി ഫസ്റ്റ് സീരിയൽ ടു ഈ കഴിഞ്ഞ കുടുംബങ്ങൾക്ക് വരെ എല്ലാത്തിലും ഒരേ ലുക്കാണ്. അപ്പൊ എന്നെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടും എന്നെ ഒരു ആക്ടറായിട്ട് കാണുന്നവരെല്ലാവരും ഈ ഒരു ബിയർഡ് ലുക്കിലേക്ക്. പക്ഷെ ഇപ്പൊ എന്റെ പഴയ ബാങ്കിൽ ജോലി ചെയ്ത എന്റെ സ്റ്റാഫ് അവരൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർക്കൊക്കെ അറിയാം. നേരത്തെ എങ്ങനെയായിരുന്നു? ഏത് ബാങ്കിലാണ് ജോലി ചെയ്തിട്ടുള്ളത്? ഞാൻ ലാസ്റ്റ് റിസൈൻ ചെയ്തത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡിലായിരുന്നു. അതിനു മുമ്പ് HDFC ഉണ്ടായിരുന്നു. അതിനു മുമ്പ് സിറ്റിയിലുണ്ടായിരുന്നു. അത് എന്താണ്, ബ്രാഞ്ച് മാനേജർ ആയിരുന്നു അതോ ഡെസ്റ്റിനേഷൻ? ഞാൻ അസറ്റ്സിലായിരുന്നു. ഞാൻ ലോൺ ഡിവിഷനിലായിരുന്നു. അതൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നല്ലേ? ഫുൾ ലോൺസ് ഡിവിഷനായിരുന്നു. ഞാൻ ഒരുവിധം എല്ലാ ലൊക്കേഷനിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരെയും നമുക്ക് അറിയാം, ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാം. അങ്ങനെയൊക്കെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എന്റെ കോർപ്പറേറ്റ് ലൈഫ് തന്നിട്ടുണ്ട്. ഈ അതിനിടയ്ക്ക് ഇപ്പം അഭിനയിക്കാൻ പോയതിനു ശേഷം കൂടെ കൊളീഗ്സ് ആരെങ്കിലും ഒക്കെ വിളിക്കാറുണ്ടോ? അളിയാന്ന് വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാർ കാണുമല്ലോ. അപ്പൊ അളിയ സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെങ്കിലും ആരെങ്കിലും ഒക്കെ എടുത്തു പറയാൻ പറ്റിയ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? അങ്ങനെ ഇഷ്ടംപോലെ വളരെ അധികം ഫ്രണ്ട്സ്. എങ്കിലും നമ്മൾ പെട്ടെന്ന് ഒരു 5 പേര് കാണുമല്ലോ, നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു 5 പേര് കാണുമല്ലോ. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അതിലെന്തായാലും ഒരു ലേഡിയും കാണും, നമ്മൾ എടുത്തു പറയാൻ പറ്റിയ ഫ്രണ്ട്സിൽ കാണും. അങ്ങനെ 5 പേര് ആരായിരിക്കും എനിക്ക് പറയാനായി? ആ 5 പേര് ഭയങ്കര പ്രശ്നവും 6, 7, 8 പ്രശ്നമാക്കും. അപ്പൊ അതുകൊണ്ട്
ഓൾ ഫ്രണ്ട്സ്. അവർക്കറിയാം ആരാണോ 5 പേര്. അതെ അതെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കറിയാം 5 പേര് ആരാന്നുള്ളത്. ചേട്ടൻ പറയുന്നില്ല. ഭയങ്കരമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ ആണ് കേട്ടോ. ഡിപ്ലോമാറ്റിക് അല്ല, ഞാൻ അനീഷ വേറെ ഒന്നും കൊണ്ടല്ലോ. നമ്മളിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇരുന്ന് ഞാൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും അത് വേറെ ആരെയും നോയിപ്പിക്കണ്ട, വേറെ ആർക്കും ഒരു 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 മനസ്സിനൊരു സങ്കടം കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് വേണ്ട. കാരണം ദിസ് ഇസ് എൻ എന്റർടൈൻമെന്റ് പീസ്. ചിലർക്ക് എന്നെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ പുതിയ ഇപ്പൊ നമ്മൾ ഞാനൊരു മൂവി സ്റ്റാർ ആയിരുന്നെങ്കിൽ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ മാസവും നമുക്ക് പറയാനായിട്ട് പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. അതെ 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 അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആ സെറ്റിൽ പോയിരുന്നു, കഴിഞ്ഞ ദിവസം ഈ തീർച്ചയായിട്ടും ഡിഫറൻസ് സെറ്റിലായിരുന്നു, പറയാൻ പറ്റും. ഇന്നലെ ഈ സെറ്റിൽ നിന്ന് വന്നു, ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ, ഞാൻ ലണ്ടനിൽ പോയപ്പം, കേരളത്തിൽ പോയപ്പോൾ ഇപ്പൊ എനിക്ക് എങ്ങും ഒന്നും പറയാനില്ല അവര് കാര്യമായിട്ട്. കാരണം ഒറ്റ ലൊക്കേഷനിലേ ഉള്ളൂ 4 വർഷം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങളൊക്കെയാണ്. അപ്പം അതിലുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ലൈഫ്. ഞാൻ എൻ്റെ ഫാമിലിയൊക്കെയായാലും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ സെറ്റിലാണ്. ഒരു മാസം എത്ര ദിവസം അവിടെ കാണും? 20 ദിവസമോ 20 ഡേയ്സ്? അത് ഓരോ ഷെഡ്യൂളിന്റെ ഡിപ്പെൻഡ് ആണ്. 15 to 18 ഡേയ്സ്, ചില സമയങ്ങളിൽ 20 ഡേയ്സ്. ഈ സീരിയലില് പലരും പറയുന്നുണ്ട്, നമ്മുടെ സീരിയലിൽ തന്നെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പറയാൻ കേട്ടിട്ടുണ്ട് സീരിയലില്. അതായത് എനിക്കിപ്പോൾ ലോണുണ്ട്, വീട് ലോണുണ്ട്, കാർ ലോണുണ്ട്, ഒരു 4 വർഷം സെറ്റായി, എനിക്കത് അടച്ചു പോകാൻ പറ്റും എന്നുള്ളൊരു സെക്യൂർഡാണ് സീരിയൽ എന്ന് പറയാറുണ്ട്. സേഫ് ആണെന്നുള്ളത് ഞാൻ ഒരിക്കലും അത് പറയില്ല. വൈ? കാരണം ഇപ്പൊ ഞാൻ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ 4 വർഷം ഞാൻ കുടുംബവളത്തിൽ നിന്നു. പക്ഷെ ഞാൻ 4 വർഷം നിൽക്കും എന്നുള്ളതിന്റെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഞാൻ അതിനെ യുനോ ബേസ് ചെയ്തിട്ട് ഞാനൊരു ലോണോ എന്തെങ്കിലും എടുത്തിട്ട് എന്ത് ക്യാരക്ടറിൽ എന്ത് ചേഞ്ചസും വരാം. അത് കഥ എഴുതുന്ന ആളുടെ മെടുക്കുമല്ലിരിക്കും അത്. അപ്പൊ അത് ഭയങ്കര അത് കൂടുതൽ പേര് പറയുന്ന ഒരു കളിയാക്കിയ തമാശക്കായിട്ട് പറയുന്നതാണ് 5 കൊല്ലം സേഫായി എന്നുള്ളത്. അതെ അതെ അതെ. അപ്പം 5 കൊല്ലം പോയ സീരിയലുകൾ ഉണ്ട്, പക്ഷെ അത് വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ പിന്നെ സീരിയൽ ഇൻഡസ്ട്രി മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-40 സീരിയൽ ഉണ്ടെങ്കിൽ ഓൺ ആൻ ആവറേജ് അതിൽ എത്ര എണ്ണം 5 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? മാക്സിമം ഒരു 6-7 എണ്ണം കാണുള്ളൂ, അത്രേ കാണുള്ളൂ. ഈ 6-7 എണ്ണത്തില് എത്ര പേര് എൻഡ് ടു എൻഡ് ഉണ്ടാവും? കുറവാണ്. അല്ല, ചേട്ടൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. കാര്യം അപ്പം അതുകൊണ്ട് അത് ഈ ആൾക്കാർ പറയും സീരിയൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഓക്കെ ബാങ്ക് ലോൺ എടുക്കാം, ഒരു സേഫ് ആണ്. നമ്മള് ചെയ്യുന്ന ഇപ്പം ഞാനിപ്പം സേഫ് ആണ്. ഇപ്പൊ കുടുംബവളത്തിലെ സിദ്ധാർത്ഥ് ചെയ്യുന്നു, ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ലൊക്കേഷനിൽ കിടന്ന് ഭയങ്കര ജാട കാണിച്ച് ഹെഡ് വെയിറ്റ് വിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ കാലത്ത് ഞാൻ കെട്ടായി. ഇടയ്ക്കൊരു കാര്യം ചോദിച്ചിട്ടേക്കാം. നമ്മൾ ഈ ലൊക്കേഷൻ എന്തെങ്കിലുമൊക്കെ അധികപ്പെട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ പിറ്റേന്ന് ഈ എഴുതുന്ന ആള്, തിരക്കഥ അല്ലെങ്കിൽ കഥ എഴുതുന്ന ആള് അപ്പോഴേ കൊല്ലുമെന്ന് കേട്ടിട്ടുണ്ട്. കാര്യം ഒരു ലൊക്കേഷനിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്. അത് ഞാൻ ആ കാര്യത്തിനോട് വലിയ അത്ര അങ്ങോട്ട് യോജിക്കുന്നില്ല. കാരണം അങ്ങനെ അത്ര ഒരു മനുഷ്യത്വം ഇല്ലാണ്ട് ആരും ചെയ്യത്തില്ല. അല്ല, ഞാൻ ലൈവായിട്ട് ഞാൻ ലൊക്കേഷനിൽ പോയപ്പോൾ അതെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പേര് പറയുന്നില്ല. ഓക്കെ, ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയില്ല. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എന്റെ ഇൻഡസ്ട്രി നോളജ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഈ ഒരു സർക്കിളിൽ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടായിട്ടുണ്ട്. വേറെ ലൊക്കേഷനിൽ പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് സീരിയലിന്റെ വേറെ ആരും പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ഇതുകൊണ്ട് മാത്രം റൈറ്റർ ഒരാളെ കൊന്നു എന്ന് പറയുന്നതൊക്കെ അല്ല. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞേക്കും, ഒരു കഥയ്ക്ക് ഒരു ബേസ് ഉണ്ട്. ഇപ്പം ഇപ്പൊ കുടുംബത്തിലെ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് A to Z വരെ ഉണ്ടാകണം എന്നുള്ളൊരിതുണ്ട്. ഇപ്പൊ ഞാൻ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഉടനെ ഈ ക്യാരക്ടറിനെ വെട്ടി മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കഥ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു സീരിയലാണെങ്കിൽ ദേ ആർ നോട്ട് പ്രൊഫഷണൽസ്. അവർ സീരിയസ് അല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് സംസാരിച്ച് തീർക്കാം. അതല്ലാണ്ട് ഉടനെ ക്യാരക്ടർ റൈറ്റർ എഴുതി മാറ്റിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രശസ്തനായിട്ടുള്ള ഒരു നടനാണ്, യങ്ങറാണ്. അത് മാത്രമല്ല നല്ല ബോഡിയൊക്കെ ഉള്ള ബോഡി ബിൽഡറൊക്കെയാണ് അദ്ദേഹം. പക്ഷെ അത് സങ്കടത്തോടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. എന്തോ ചെറിയൊരു സംസാര വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അടുത്ത എപ്പിസോഡ് ഇട്ടു, അദ്ദേഹത്തെ കൊല്ലുന്നൊരു ക്യാരക്ടറായിട്ട് വന്നെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അത് സീരിയലൊക്കെ എങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളൊരു സംസാരം എനിക്ക് മൊത്തത്തിലുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു,
ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ജസ്റ്റ് വൺ ഓഫ്. ചെറുതാണ്. അതെ അതെ, കപ്പിൾ ഓഫ് അല്ലേ. അതൊരു എന്താ പറയാ, അതൊരു ഒരു പാറ്റേൺ ആയിട്ടോ അതൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടോ എടുക്കേണ്ട കാര്യമില്ല. ഇല്ല. ചേട്ടാ, ഇനി നമുക്കൊരു ഫണ്ണായിട്ടൊരു സെഗ്മെന്റിലേക്ക് പോകാം. സാധാരണ നമ്മൾ ഞാൻ എടുക്കുന്ന എല്ലാത്തിലും കുറച്ച് ഫണ്ണിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പക്ഷെ ഇന്ന് ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ചേട്ടൻ രണ്ടൊരു പാട്ട്, ചേട്ടൻ്റെ സ്വരത്തിൽ രണ്ടൊരു പാട്ട് പാടണം. പാട്ട്, ഡാൻസ്. അല്ല, വരി പറഞ്ഞാലും മതി ചേട്ടാ പാട്ടിന്റെ. ഇല്ല, എനിക്ക് ഒരു ഒട്ടും അത് ഭയങ്കര ഒരു പരാജയം. ശരി, ഞാൻ ഒരു 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കണക്ക് ഇഷ്ടമല്ലേ? മാത്തമാറ്റിക്സ് ചുമ്മാ. എന്റെ ഫ്രണ്ട്സിനും എന്റെ ഫാമിലിക്കും അറിയാം കണക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്. എംപ്ലോയി ആയിരുന്നു, ബാങ്ക് എംപ്ലോയി ആയിരുന്നു. ലോൺ സെക്ഷനിൽ കണക്ക് കൂട്ടേണ്ട ഒരു സെക്ഷൻ തന്നെയാണ് അതിനകത്ത്. സെയിൽസിലായിരുന്നു. അപ്പൊ EMI കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. EMI ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക്. ശരി, കൂട്ടാൻ മാത്രം, ജസ്റ്റ് കൂട്ടിയാൽ മതി. ചേട്ടാ, ഒരു 5,000 rupees ഞാൻ ചേട്ടൻ നിന്ന് കടം വാങ്ങിച്ചു. ഇത് ഞാൻ വേദികളിൽ, സ്റ്റേജുകളിൽ ചെയ്യുന്നതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഇന്റർവ്യൂവിൽ ഇത് ചെയ്യുന്നത്. ഒരു 5,000 രൂപ ഞാൻ കടം വാങ്ങിച്ചു. തിരിച്ചു തരുന്നെങ്കിൽ ഞാനത് കുറച്ചേ തരുന്നുള്ളൂ. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 1,000 ഞാൻ GPay ചെയ്തു. ഒരു 30 കൂടെ പ്ലസ് 30 കൂടെ ഞാൻ GPay ചെയ്തു. അപ്പോൾ എത്രയായിട്ടാ? എല്ലാം നമ്മൾ സാങ്കല്പികമാണ്. 1000 രൂപ തന്നു, അധികം ഒരു 30 രൂപ വീണ്ടും ഞാൻ ഇട്ടു. അപ്പൊ എത്രയായി? വീണ്ടും ഒരു 1000 രൂപ തന്നു. അപ്പൊ എത്രയായി? ഒരു 40 രൂപ തന്നു. അപ്പൊ എത്രയായി? 1000 രൂപ വീണ്ടും തന്നു. അപ്പൊ എത്രയായി? 20 രൂപ വീണ്ടും തന്നു. അപ്പൊ എത്രയായി? 90 ആണോ 900 ആണോ? 90. 1000 രൂപ വീണ്ടും തന്നു. അപ്പൊ എത്രയായി? 490. ചേട്ടാ, ഞാനപ്പം നമ്മുടെ ഈ ഒരു മൂവി വേൾഡ് മീഡിയയുടെ ഇന്റർവ്യൂവിൽ ചേട്ടനുമായിട്ടുള്ള ആ ഒരു ധാരണയിൽ ഞാൻ ആ പൈസ തിരിച്ചു തരികയാണ്. ഒരു 10 രൂപയുടെ തന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്യാണ്. 5,000 തന്ന് ക്ലോസ് ചെയ്യാണ്. 490 അധികം 10. 490 അധികം 10. 4100. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. 4100 ആണോ 5000 ആണോ? റൈറ്റ് ആൻസർ ആണ്. അദ്ദേഹം എനിക്ക് പിടിത്തില്ല. കാരണം വെച്ചാൽ പല വേദി പോകുമ്പോഴും പെട്ടെന്ന് 90 പറയും, 5000 പറയും. അടിപൊളി കേട്ടോ, അടിപൊളി. അപ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് അതിനു മുമ്പായിട്ട് നമ്മളിപ്പം ഇരിക്കുന്നത് നമ്മൾ ടെറസിലാണ്. കാര്യം എന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലാണ്. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചേട്ടന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു മീൻസ് ജ്യൂസ് അല്ലെങ്കിൽ ഷേക്സ് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും. ഞാനൊരു കോഫി ലവറാണ്. കോഫി ലവറാണല്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു കപ്പ് ഓഫ് കോഫി. എപ്പോഴും എവിടെ ചെന്ന് കഴിഞ്ഞാലും എനി ടൈം ഓഫ് ദി ഡേ കോഫി മസ്റ്റ് ആണല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഒന്ന് കോഫി കൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് അല്ലേ? യെസ്, കോഫി കൊണ്ടുവന്നിട്ട്. അപ്പൊ ടീ ബ്രേക്ക്, കോഫി ബ്രേക്ക്. അപ്പോൾ ചേട്ടന്റെ ഇഷ്ടപ്പെട്ട സാധനം കോഫി വന്നിട്ടുണ്ട്. വിത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ്, പച്ച മലയാളത്തിൽ പറഞ്ഞ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തത്, വറുത്തെടുത്തത്. വറുത്ത ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇവിടുത്തെ കോഫി ഭയങ്കര കോഫി പ്രിയനാണ്. കോഫി എങ്ങോട്ടും നോക്കട്ടെ. പാടം കിട്ടിപ്പോയെങ്കിലും കുഴപ്പമില്ല, കൊള്ളാം, നല്ല കോഫി. എന്താ കോഫി എന്താ ഇത്രത്തോളം ഇഷ്ടം, അല്ലെങ്കിൽ കോഫിയോട് ഇത്ര ആരാധന എന്താ? എനിക്ക് ചായ കോഫി രണ്ടും ഒരു അഡിക്ഷൻ തന്നെ പറയാം. ഒരു ദിവസം എത്ര ചായ അല്ലെങ്കിൽ കോഫി കുടിക്കും? ഇപ്പോൾ വളരെ കുറച്ചു. നേരത്തെ ഞാൻ ജോലിയിലുള്ള സമയത്ത്, ബാങ്കിലുള്ള സമയത്ത് ഏകദേശം 18 ചായ കുടിക്കും. അയ്യോ, ഒരു ദിവസം 18 ചായ അല്ലേ? അത് ഇല്ലാണ്ട് പറ്റില്ല. ഫുഡൊന്നും ഇല്ലെങ്കിൽ എനിക്ക്, കാരണം ഈ സ്ട്രെസ് അങ്ങോട്ട് കൂടി വരുമ്പോഴത്തേക്ക് അത് കുടിച്ചാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. തേയില അധികം പോയി കഴിഞ്ഞാൽ കുടിക്കാൻ പാടില്ല. പിന്നെ ചായയോടുള്ളൊരു പ്രിയം ചെറുപ്പം തൊട്ടേ ഉള്ളതാണ്. കൂടി വന്നല്ലേ? ജനിച്ചതൊക്കെ എവിടെയാണ് കേട്ടോ? ഞാൻ ജനിച്ചത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഊട്ടിയിലാണ്. പിന്നെ കുറെ നാള് അമ്മയുടെ വീട് വൈക്കത്താണ്. അപ്പൊ അതുകൊണ്ട് വൈക്കത്ത് പഠിച്ചു. പിന്നെ തിരിച്ചും ഊട്ടിയിലേക്ക് പോയി. കോളേജ് ചെയ്തത് മൈസൂരായിരുന്നു. പിന്നെ ജോബിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്കൊക്കെ വന്നു. ഓരോ സ്ഥലം. ഈ ക്രേസ് എങ്ങനെ വന്നു? അഭിനയത്തിന്റെ ക്രേസ് എങ്ങനെ വന്നു? അഭിനയം ക്രേസ് ഒന്നുമല്ല, അത് ദൈവാനുഗ്രഹം കൊണ്ട് ജസ്റ്റ് കൊണ്ടെത്തന്നു. പലരും ഉദ്ദേശിച്ചു ഞാൻ ബാങ്ക് റിസൈൻ ചെയ്തത് ആക്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒട്ടുമല്ല. അല്ലല്ലേ? ഞാൻ ബാങ്ക് റിസൈൻ ചെയ്ത് പിന്നെ ഒരു ബിസിനസ് തുടങ്ങി. ഞാൻ ബിസിനസ്സിലിരിക്കുന്ന സമയത്താണ് ഇതിലേക്കൊരു വിളി വന്നത്. പിന്നെ അത് അങ്ങനെ തുടങ്ങി. ഒരു ചെറിയൊരു സ്റ്റാർട്ട് കിട്ടിക്കാൻ പിന്നെ അതവിടെ കയ്യിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നു. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമാണ് അതൊക്കെ. അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, everything, right from this interview to right from this coffee to this moment, എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമേ.
അത് ഗോഡ്സ് ഗ്രേറ്റ് എന്ന് പറയുന്നത് അല്ലേ? അത് ഞാൻ അതുകൊണ്ട് മാത്രമുള്ള ഒരു വ്യക്തി എന്ന് പറയാം. ബാക്കി എല്ലാം സെക്കൻഡ്. നമ്മുടെ കഴിവെന്നോ ഞാൻ ട്രൈ ചെയ്തു, ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ട് വന്നു, ഞാൻ അധ്വാനത്തിന്റെ അധ്വാനത്തിന്റെ ഫലമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അധ്വാനിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയില്ല. അധ്വാനത്തിന് ചാൻസ് കിട്ടിയിട്ടല്ലേ നമ്മൾ അധ്വാനിക്കുന്നത്. നമുക്ക് എങ്ങനെ കിടന്ന് ചെയ്യാനാണെങ്കിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് തന്നൊരു ഇതാണ്. അപ്പൊ അതിനാണ് എനിക്ക് ഏറ്റവും വലിയ പ്രയോറിറ്റിയും താങ്ക്സും പറയാനുള്ളത്. അത് കിട്ടിയത് കൊണ്ട് പിന്നെ ഞാൻ അതിനെ സേഫ് ഗാർഡ് ചെയ്ത് കൊണ്ടുവരുന്നു. കിട്ടിക്കഴിഞ്ഞാൽ ചിലരത് കലമുടയ്ക്കും എന്നുള്ള സത്യമാണ്. ചിലരൊക്കെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പാടാണ് അല്ലേ? ഞാനത് എൻ്റെ ഉള്ളം കയ്യിൽ ഇങ്ങനെ ഇപ്പോഴും ഈ സേഫ് ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം കൂടെ ഉള്ളത് എപ്പോഴും ചേട്ടാ. ഞാനത് ഏതൊരു കാര്യത്തിൽ ഇപ്പം ഓരോ സിറ്റുവേഷനും ഓരോ സമയത്തും ആൾക്കാർ വന്ന് എന്നോട് ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം പറയുമ്പോൾ എപ്രിസിയേഷൻ, ക്രിറ്റിസിസം, ഒരു ഓപ്പർച്യൂണിറ്റി, എല്ലാത്തിനും ഞാൻ ആ ഒരു സെക്കൻഡിൽ പോലും മനസ്സുകൊണ്ട് ഞാൻ ഒരു നന്ദി പറയാറുണ്ട്. ചില സമയം ചേട്ടനെങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. ചേട്ടൻ സംസാരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. നോക്കിക്കൊണ്ടിരിക്കാൻ. ചില സമയത്ത് എനിക്ക് എന്റെ ചില ക്വസ്റ്റ്യൻസ് മറന്നു പോകുന്നു അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരോട്, നമ്മുടെ മൂവി വേൾഡിന്റെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? മൂവി വേൾഡിന്റെ പ്രേക്ഷകരോട് ഞാൻ ഇത് ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പൊ എനിക്ക് ഇനിയും മൂവി വേൾഡ് ത്രൂ നിങ്ങളിലേക്ക് പിന്നെയും വരണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് അധികം പ്രേക്ഷകരോട് പറയാനുള്ള അത്ര ഒരു പക്വത ഒന്നും ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഏതൊരു തൊഴിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ സിൻസിയറായിട്ട് ഫുൾ ആത്മാർത്ഥതയോട് ചെയ്യുക. അത് എന്താണെങ്കിലും ശരി, നമുക്കതിൻ്റെ ഫലം കിട്ടും. പക്ഷെ ദർ മൈറ്റ് ബി എ ഡിലേ. ചിലപ്പം നമ്മളിപ്പോൾ ഇന്നൊരു കാര്യം ആഗ്രഹിച്ചു ഉടനെ കിട്ടണമെന്നില്ല. നമ്മളൊരു കോഫി ചോദിച്ചിട്ട് തന്നെ എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. സോ എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ടൈം. പക്ഷെ അതിൻ്റെ ഒരു നമ്മൾ ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, ആ ദൈവം. പക്ഷെ നമ്മളൊരു ലെജിറ്റിമേറ്റ് ആയിട്ട് നമ്മൾ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കാം. ആവശ്യമുള്ള കാര്യങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ താഴെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്കൊരു BMW അവിടെ ഉണ്ടാകണമെന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ്, അത്യാഗ്രഹമാണത്. വളരെ അത്യാഗ്രഹം. വളരെ അത്യാഗ്രഹം. നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന, നമ്മൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന എന്തൊരു കാര്യങ്ങളാണെങ്കിലും, കരിയറാണെങ്കിലും, ഏതൊരു ആഗ്രഹങ്ങളാണെങ്കിലും സിൻസിയറായിട്ട് ചെയ്യുക. ചെയ്യുന്ന ജോലിയാണെങ്കിലും, ഒരു ആർട്ടിസ്റ്റായിട്ട് വരുന്നവർക്കാണെങ്കിലും ഇഷ്ടംപോലെ ഒന്ന് സഹിക്കേണ്ടി വരും. ഡോണ്ട് ലൂസ് യുവർ പേഷ്യൻസ്, ഹോൾഡ് ഓൺ. എല്ലാം കൂടെ ഒരു ഉപദേശമായിട്ട് തന്നെ അല്ലേ? അങ്ങനെ വേണമല്ലോ എടുക്കാം എല്ലാം. കാരണം എവറി മൂമെന്റ് ഇസ് എ ലേണിംഗ്. നമ്മളിപ്പോൾ ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ആദ്യമൊക്കെ എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര അമച്ചുരിഷായിരിക്കും. ഇപ്പോഴും അത് തന്നെയാണ്. ഞാൻ മാസ്റ്റർ ആയിട്ട് എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു 100 ഇന്റർവ്യൂ കൊടുത്തു കഴിയുമ്പോൾ ഞാൻ മേ ബി കുറച്ചും കൂടി പക്വതയോടുകൂടി, കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ലേൺ. ഞാൻ 10, 15, 18, 10 ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടാവും. ഐ എം സ്റ്റിൽ എ കിഡ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം ചേട്ടാ. ഇനി ബിഗ് സ്ക്രീനിൽ ഇനിയിപ്പം ഓൺ ഗോയിങ് ചെയ്യാൻ പോകുന്നത് തമിഴ് സിനിമ. ഈ പറഞ്ഞ 6 മാസം കഴിഞ്ഞ് പേഴ്സണലി ചേട്ടാ എന്നോട് പറഞ്ഞു, ഞാനും അത് റിവീൽ ചെയ്യുന്നില്ല, അങ്ങനെ ഉണ്ടാവട്ടെ, 9 ദിവസം പോയി മെറിസലാവാതിരിക്കട്ടെ. അതിനകത്ത് വന്നതിന് ശേഷം നമ്മളൊരു ഇന്റർവ്യൂ നമ്മൾ എടുക്കും. തീർച്ചയായിട്ടും ഞാൻ ആ ചെയ്ത സിനിമയുടെ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് നമ്മുടെ മൂവി വേൾഡ് മീഡിയയുടെ ചാനലിൽ പോയിരുന്നു നമുക്കൊരു ഇന്റർവ്യൂ നമുക്ക് ഉറപ്പായിട്ടും അവിടെ വെച്ചിട്ട് എടുക്കണം. നമ്മൾ അവിടെ പോരണം, എറണാകുളത്ത് പറഞ്ഞ് എടുക്കണം. അപ്പോൾ എല്ലാവരുടെ ഭാഗങ്ങളും ചേട്ടാ, നമുക്ക് എല്ലാം ദൈവം തരുന്നെല്ലാം നല്ലതിനാവട്ടെ, ഇനിയും തരാൻ പോകുന്ന നല്ലതിനാവട്ടെ, നടന്നുകൊണ്ടിരിക്കുന്ന നല്ലതിനാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചീയേഴ്സ് അടിച്ച് കിടക്കല്ലേ? താങ്ക് യു സോ മച്ച് ചേട്ടാ. കോഫി ചിയേഴ്സ്. താങ്ക് യു സോ മച്ച്. നല്ല സ്ട്രോങ് കോഫിയാണ്. തീർച്ചയായിട്ടും. ചിയേഴ്സ് ടു ഓൾ ഓഫ് യു. കോഫി ചിയേഴ്സ്.